ഹലോ, നമസ്കാരം. ഞാനൊരു പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങുകയാണ്. അപ്പം എൻ്റെ വളരെ വലിയൊരു ആഗ്രഹമായിരുന്നു മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്ന എന്തെങ്കിലും ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഒരാഗ്രഹം കൊണ്ട് മാത്രം തുടങ്ങുന്നതാണ്. അപ്പോൾ അതിലേറെ ആഗ്രഹമായിരുന്നു ചെയ്യുകയാണെങ്കിൽ ഫസ്റ്റ് എനിക്ക് ചെയ്യേണ്ടത് ഓപ്പൺ അപ്പോണെ കുറിച്ച് ആണെന്നായിരുന്നു. കാരണം എൻ്റെ ജീവിതത്തിൽ വളരെയേറെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവന്ന ഒരു അത്ഭുത പ്രാർത്ഥനയാണ് ഓപ്പൺ അപ്പോണ. എന്താ വെച്ചാൽ നമ്മളിൽ പലരും ജീവിതത്തിൽ എപ്പോഴെങ്കിലും കടുത്ത മാനസിക വിഷമങ്ങളിലൂടെ, സ്ട്രെസ്സിലൂടെ അല്ലെങ്കിൽ തകർച്ചകൾ കടന്നു പോയിട്ടുണ്ടാകും. ഞാൻ എൻ്റെ ജീവിതത്തിൽ അത്തരൊരു ഘട്ടത്തിലൂടെ കടന്നുപോയ വ്യക്തിയാണ്. അപ്പോൾ ആ സമയത്ത് തന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചൊരു അത്ഭുത പ്രാർത്ഥന തന്നെ എന്ന് പറഞ്ഞാൽ ഈ ഓപ്പൺ ഓപ്പൺ. മനസ്സമാധാനം പൂർണ്ണമായും നഷ്ടപ്പെട്ട സമയത്ത് ഞാൻ തിരിച്ചു പിടിച്ചത് ഈ ഒരു പ്രാർത്ഥനയോടെ മാത്രമാണ്. അതുകൊണ്ട് മാത്രമാണ് ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെ ഇതിനെപ്പറ്റി ചെയ്യാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇത് വെറുമൊരു പ്രാർത്ഥനയോ മന്ത്രമോ അല്ല, മറിച്ച് നമ്മുടെ മനസ്സിലെ നെഗറ്റിവിറ്റിയെ മുഴുവൻ കളഞ്ഞ് ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സഹായിക്കുന്ന ഒരു ഹീലിംഗ് ടെക്നിക്കാണ്. അപ്പം ഞാൻ പറഞ്ഞത് എൻ്റെ ഈ അറിവ് എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയി ചെയ്യണമെന്നുള്ള അതിയായ ആഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പൺ എന്നത് ഹവായൻ ദ്വീപുകളിൽ രൂപം കൊണ്ട വളരെ പുരാതനമായ ഒരു ആത്മീയ രീതിയാണ്. ഓപ്പൺ എന്ന വാക്കിൻ്റെ അർത്ഥം എല്ലാം ശരിയാക്കുക, ടു മേക്ക് തിങ് റൈറ്റ് എന്നാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന പരാജയങ്ങൾ, ദേഷ്യം, സങ്കടം, രോഗങ്ങൾ അല്ലെങ്കിൽ പണസംബന്ധമായ ബുദ്ധിമുട്ടുകൾ എന്നിവയെല്ലാം നമ്മുടെ ഉപബോധ മനസ്സിൽ അടിഞ്ഞുകൂടി കിടക്കുന്ന പഴയ നെഗറ്റീവ് ചിന്തകളുടെയോ ഓർമ്മകളുടെ ഫലമെന്നാണ് ഈ ശാസ്ത്രം പറയുന്നത്. ഈ നെഗറ്റീവ് ഓർമ്മകളെയും ചിന്തകളെയും മായ്ച്ചു കളഞ്ഞ് മനസ്സിനെ ഒരു ക്ലീൻ സ്ലേറ്റ് പോലെയാക്കാൻ ഈ വിദ്യ നമ്മെ സഹായിക്കുന്നു. ഇതിനെ നമ്മൾ ആരോടും വഴക്കിടേണ്ടതില്ല, എങ്ങും പോകേണ്ടതില്ല. നമ്മുടെ ഉള്ളിലേക്ക് തന്നെ നോക്കി 4 ലളിതമായ വരികൾ പറഞ്ഞാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ മനസ്സിന് സുഖപ്പെടുത്തുന്ന ആ 4 വരികൾ ഇവയാണ്: ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു. ഇത് കേൾക്കുമ്പോൾ വളരെ ലളിതമായി തോന്നാം, എന്നാൽ ഇതിൻ്റെ പിന്നിലെ അർത്ഥം വളരെ വലുതാണ്. ഐ ആം സോറി, എൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ വരാൻ കാരണമായ എൻ്റെ മനസ്സിലെ ഏതോ നെഗറ്റീവ് ചിന്തകളാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. പ്ലീസ് ഫോർഗീവ് മീ, അതിന് പ്രപഞ്ചത്തോടും എൻ്റെ ഉള്ളിലോടും ഞാൻ ക്ഷമ ചോദിക്കുന്നു. താങ്ക് യു, ഈ പ്രശ്നം തിരിച്ചറിയാനും അത് മാറ്റാനും എനിക്ക് അവസരം തന്നതിന് പ്രപഞ്ചത്തിന് നന്ദി. ഐ ലവ് യു, എന്നെയും ഈ പ്രപഞ്ചത്തെയും പൂർണ്ണമായി സ്നേഹിക്കുന്നു, വിശ്വസിക്കുന്നു. പിന്നെ ഇത് ചെയ്യാൻ പ്രത്യേക സമയമോ ചട്ടങ്ങളോ ഇല്ല. നിങ്ങൾക്ക് രാവിലെ എഴുന്നേൽക്കുമ്പോഴോ രാത്രി ഉറങ്ങാൻ നേരത്തോ അല്ലെങ്കിൽ എപ്പോൾ വിഷമം തോന്നുമ്പോൾ കണ്ണുകളടച്ച് ശാന്തമായിരിക്കാം. നിങ്ങളുടെ പ്രശ്നങ്ങളെ മനസ്സിലെത്തിക്കൊണ്ട് ആത്മാർത്ഥതയോടെ ഈ 4 വരികൾ ഉദാഹരണത്തിന് 108 തവണ പറയുക. ദിവസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ മനസ്സിലെ ഭാരം കുറയുന്നതും ചിന്തകൾ പോസിറ്റീവ് ആകുന്നതും നിങ്ങൾക്ക് സ്വയം അനുഭവിക്കാൻ കഴിയും. എൻ്റെ ജീവിതത്തിൽ സമാധാനവും സന്തോഷവും തിരികെ തന്ന ഈ വഴി നിങ്ങളുടെ ജീവിതത്തിനും വലിയ മാറ്റങ്ങൾ ഉണ്ടാക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. നിങ്ങളിത് തീർച്ചയായും ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. പിന്നെ ഹോപ്പുണപ്പോടെ ഏറ്റവും വലിയ അഡ്വാൻസ് എന്നാൽ നിങ്ങൾക്ക് സംശയം കൊണ്ട് നിങ്ങൾ ഇത് ചെയ്താലും ഇത് ഫലിക്കും. കാരണം നിങ്ങൾക്ക് ആ ഫീലിംഗ് ഉണ്ടായാൽ മതി. നിങ്ങളുടെ വിഷമം എന്താണോ അത് മനസ്സിരുത്തി ഇത് ചെയ്യുക. എത്ര വലിയ പ്രശ്നമായിക്കോട്ടെ, അതിനൊരു പരിഹാരം കാണുമെന്നത് ഞാൻ തീർച്ചയായും നിങ്ങൾക്ക് ഉറപ്പ് തരുന്നു. കാരണം അത്രയും വലിയ റിസൾട്ടാണ് ഇത് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാക്കിയത്. അത് എല്ലാവർക്കും, മനുഷ്യനാണോ മനസ്സുണ്ടോ, എല്ലാവർക്കും ആ മനസ്സ് ക്ലീൻ ചെയ്ത് വളരെയേറെ സന്തോഷത്തോടെയും സമാധാനത്തോടെയും നമ്മൾ എഴുതി വെച്ച ലക്ഷ്യങ്ങളെ എല്ലാം ഇത് സഹായിക്കുകയും ചെയ്യും. പിന്നെ നമ്മൾ ഇത് ചെയ്ത് നമ്മുടെ മനസ്സ് ക്ലീൻ ചെയ്ത് നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കുകൾ ചെയ്യുകയാണെങ്കിൽ അത് അത്രയേറെ പവർഫുൾ ആയിരിക്കും. അപ്പോൾ നമ്മളിത് ഉപയോഗിക്കേണ്ടതെന്ന് വെച്ചാൽ ആദ്യം നമ്മളിത് ചെയ്ത് നമ്മുടെ മനസ്സിനെ ക്ലീൻ ചെയ്യുക. എന്നിട്ട് ആ ക്ലീൻ ചെയ്ത മനസ്സിനൊരു മണ്ണായി കാണുകയാണെങ്കിൽ അതിൽ നമ്മളുടെ ആഗ്രഹങ്ങളായ വിത്തുകൾ ഇടുക.
ആ വിത്ത് തീർച്ചയായും പ്രപഞ്ചം നിങ്ങൾക്ക് വലിയൊരു വൃക്ഷമാക്കി മാറ്റിത്തരിക തന്നെ ചെയ്യും. അതിൽ യാതൊരു സംശയവുമില്ല. എന്നുവെച്ചാൽ ഞാൻ അത്രയും പ്രതീക്ഷയോടാണത് പറയുന്നത്. പിന്നെ ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ എൻ്റെ യൂട്യൂബ് ചാനലിൻ്റെ ഒരു തുടക്കം മാത്രമാണിത്. ഞാൻ അതുകൊണ്ട് മാത്രം ഹോപ്പണോപ്പണോ എന്നെ ഇൻട്രോ പോലും ചെയ്യാതെ, ഈ ചാനലിനെ കുറിച്ച് ഒരു ഇൻട്രോ പോലും നടത്താതെ ഹോപ്പണോപ്പണെ കുറിച്ച് പറഞ്ഞത്. പിന്നെ ഞാൻ വർഷങ്ങളോളം അപ്പോൾ ഞാൻ മനസ്സിനെ കുറിച്ച് കൂടുതൽ പഠിച്ച കാര്യങ്ങളും വായിച്ച പുസ്തകങ്ങളും എല്ലാം ഈ ചാനലിലൂടെ ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടെ കൂടുകയാണെങ്കിൽ നമുക്ക് ഒരുമിച്ച് നല്ലൊരു മനസമാധാനമുള്ള ജീവിതത്തിന് വേണ്ടി ഇത് വഴിയാക്കിയെടുക്കാം. അപ്പോൾ ഇങ്ങനെ മനസ്സിനെ കുറിച്ച് അറിയാനും മനസമാധാനം തിരിച്ചു പിടിക്കാനും എന്ന് എല്ലാവരും കൂടെ കൂടുക. കാരണം ഞാൻ എഴുതിയ എല്ലാ അറിവുകളും ഞാൻ ഇതിൽ കൂടി ഷെയർ ചെയ്യുന്നതാണ്. എനിക്ക് വ്യൂവേഴ്സിൻ്റെ ഒന്നും യാതൊരു ആവശ്യവുമില്ല. പിന്നെ ഞാൻ വോയിസിന് മാത്രമേ ഇതിൽ പ്രാധാന്യം നൽകുന്നുള്ളൂ. വലിയ വിഷ്വലുകളൊന്നും ഞാൻ നൽകുന്നതല്ല. പിന്നെ ഒരു തുടക്കം എന്ന സ്ഥിതിയിൽ ഞാൻ വളരെ ലളിതമായാണ് ഹോപ്പണോപ്പണയെക്കുറിച്ച് ഇതിൽ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ മറ്റെന്തെങ്കിലും കൂടുതൽ അറിയണമെങ്കിലോ താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ തീർച്ചയായും അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. പിന്നെ വളരെ അത്യാവശ്യമുള്ളതാണെങ്കിൽ ഞാനൊരു വീഡിയോ തന്നെ ചെയ്യുന്നതാണ്. അപ്പം എല്ലാവർക്കും നല്ലൊരു ദിനം ഞാൻ നേരുന്നു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു.